ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വേദ ശ്രീനിസാർ അടുത്ത് വന്നിട്ട് വിക്രമിനെ മോചിപ്പിച്ചു തരണം എന്ന് പറയണം. ശ്രീനിസാർ പറയും, മോളെ വേദ, ഞാൻ മോള് പറയുന്നത് സമ്മതിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, വിക്രത്തെ വിധിക്കാൻ പോകുന്നതിന് മുമ്പ് ആരൊക്കെയായിട്ട് എന്തിനാ അവൻ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് മോൾ അറിയണം. ന്യായം ആരുടെ ഭാഗത്താണെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാകും. വേദ പറയും, മോഷ്ടിച്ചവനെ അവന്റെ ആവശ്യമാണ് ജസ്റ്റിഫിക്കേഷൻ, കൊലപാതകം ചെയ്യുന്നവനെ പ്രതികാരം എന്ന ന്യായം, കൈക്കൂലിക്കാരനെ എല്ലാവർക്കും ആവാമെങ്കിൽ തനിക്കും ആകാമെന്നുള്ള കോംപ്രമൈസ്. അതുകൊണ്ടൊന്നും അത് ശരിയാവുന്നില്ലല്ലോ സാർ. എന്നെയും വിക്രമിന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം വിക്രം പോകുന്നത് ഒരു തെറ്റായ പാതയിലൂടെയാണ്. അദ്ദേഹത്തെ അതിലൂടെ നയിക്കുന്നത് നിങ്ങളും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാൻ വന്നത്. ദയവേത് വിക്രമിനെ വിട്ടുതരണം. ഇതെല്ലാം രാധ കേൾക്കുന്നുണ്ട്. രാധയ്ക്ക് ദേഷ്യം വരണേ. അപ്പൊ ശ്രീനിസാർ പറയും, അവനെ ഞാനായിട്ട് എന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നതല്ല, ഇത് അവൻ തെരഞ്ഞെടുത്തതാണ്. ഞങ്ങൾ പണത്തിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണക്കാരായ ആൾക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോ അവിടെ ഭരണകൂടവും പോലീസും ഒക്കെ നിഷ്ക്രിയമാവുമ്പോ ഒരുപക്ഷെ ഇടപെട്ടുന്ന് വരും. അത് കുട്ടിയെപ്പോലെ ഒരു വലിയ ജീവിതം മാത്രം ജീവിച്ചവർക്ക് മനസ്സിലാകില്ല. വേദോറയും ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന താങ്കൾ എങ്ങനെയുള്ള ജീവിതമാണ് ജീവിച്ചിരുന്നതെന്ന് ഞാനും കേട്ടിട്ടുണ്ട് സർ. രാഷ്ട്രീയത്തിന്റെ വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോ തുടർന്ന് വന്നൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപായം കൂടിയായിരുന്നു സാറിന് വിക്രം. ശരിയല്ലേ? സർക്കാരോ കോടതിയോ പരിഗണിക്കാത്ത സാധാരണക്കാരുടെ ജീവിതത്തെ രക്ഷിക്കാൻ ആയുധമെടുത്ത് പോരാടുന്ന തീവ്രവാദികളാണ് ഞങ്ങളെന്ന് നിങ്ങൾ പറയോ? ഇല്ല. കാരണം നാളെ നിങ്ങൾ ആ വോട്ട് വാങ്ങി അധികാരത്തിലേക്ക് എത്താൻ തന്നെയാ നിങ്ങളുടെ ഈ പ്രയത്നവും. ആ വോട്ട് ഉറപ്പിക്കാന്നുള്ള പേരാണ് ഈ സഹായം എന്ന പേരിലുള്ള ഈ ഗുണ്ടാപ്പണി. അതല്ലേ ശരി? ഇത് കേൾക്കുന്ന അവരൊക്കെ ഞെട്ടിപ്പോവാണ്. ഒരിക്കൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയില് വിക്രം എന്നോട് പറഞ്ഞു, വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചാൽ 100 കണക്കിന് ആളുകൾ കൂടെ ഉണ്ടാവുന്നു. എന്നിട്ട് ആ രമ്യ വിക്രമിനെതിരെ പീഡനം എന്ന് പറഞ്ഞ കള്ളക്കേസ് കൊടുത്തപ്പോ ആരുണ്ടായി സർ? വിക്രം മുഖേന നിങ്ങൾ സഹായിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്തിന് പ്രതിച്ഛായ പേടിച്ച് നിങ്ങൾ പോലും വന്നില്ലല്ലോ. ഓവോ. അത് കേൾക്കുമ്പോ അങ്ങനെ തലതാഴ്ത്താണ്. ഇത് കേൾക്കുന്ന രാധയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് പുറത്തുനിന്ന്. പിന്നെ വാസവന്റെ മകന്റെ കേസിൽ വിക്രം ജയിലിലായപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും എന്തെങ്കിലും ചെയ്യാനായോ? നോക്കൂ സർ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വിക്രമിന് എന്തെങ്കിലും പറ്റിയാൽ ആത്മാർത്ഥമായി വിഷമിക്കാനും കൂടെ നിൽക്കാനും കുടുംബക്കാരെ ഉണ്ടാവോ, പാർട്ടിക്കാരുണ്ടാവില്ല. പഴയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അന്ന് പക്ഷേ സാർ വിക്രമിന്റെ കൂടെ നിന്നിട്ടുണ്ടാവാം. നല്ലത്. പക്ഷേ ഇനി അയാൾക്ക് അയാളുടെ ജീവിതമുണ്ട്. അച്ഛനും അമ്മയും സഹോദരന്മാരും ഭാര്യയും ഉണ്ട്. ദയവേത് അയാളുടെ വഴിയിൽ നിന്നും സാർ മാറി നിൽക്കണം. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്റെ ഭർത്താവിനെ ബലി കൊടുക്കരുത് എന്ന് കൈകൂപ്പി പറയണേ. ഇത് കേൾക്കുന്ന സുധയ്ക്കും, നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ശ്രീനിസാർ പറയും, ആ കുട്ടി പറയട്ടെ സുധേ. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ സങ്കടം പറയാനുണ്ടാവുമല്ലോ. അതല്ലേ കാര്യം. കാലത്തിന് ശേഷം വിക്രമിന് വേണ്ടി ഒരാളെ ഇത്രയും ആത്മാർത്ഥമായി സങ്കടപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു സാർ. ഇനി താങ്കൾ തീരുമാനിച്ചോളൂ. വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും രാധ വേഗം ദേഷ്യത്തില് അവിടുന്ന് വേഗം പോവാട്ടോ. അങ്ങനെ വേദ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ശ്രീനിസാർ വിളിക്കും, വേദ വേദ നീ മിടിക്കണേ, അവന്റെ ജീവിതം ഇനി നന്നായി വരും, പോയി വരൂ എന്ന് തോളിൽ കൈവച്ച് പറയണേ. അങ്ങനെ അത് കേട്ട് വേദ എവിടെ നിന്ന് ഇറങ്ങും. വേദ പോയാലേ സുധയ്ക്കും എന്തൊക്കെയാ അവള് പറഞ്ഞിട്ട് പോയത് ശ്രീനേട്ട. അവൾക്ക് അവളുടെ ഭർത്താവിനെ കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാവുന്നത് നല്ലതല്ലേ സുധ? പാവം കുട്ടി. അപ്പോഴും സുധയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളായിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. രാജേട്ടൻ ചോദിക്കും, അടുത്ത പോലീസ് കേസിനുള്ള വകുപ്പാവോ വിക്രം? അല്ല, അതിക്രമിച്ച് കടന്ന് കത്തിച്ചു കളഞ്ഞു എന്ന് അയാളൊരു പരാതി മൂവ് ചെയ്ത. അനിയൻകുട്ടൻ പറയും, അതോടെ അയാളുടെ വ്യാജമരുന്ന് കേസ് പുറത്താവില്ല. വിക്രം പറയും, അയാൾ ഇത് പോലീസിലേക്കൊന്നും എത്തിക്കില്ല. എനിക്ക് തോന്നുന്നത് അയാളുടെ പിന്നിലെ വലിയ വലിയ ആൾക്കാരുണ്ടെന്നാണ്. എന്ന് വെച്ചാ? അപ്പൊ വിക്രം പറയും, നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം പണവും സ്വാധീനവും ഉള്ള ഒരാൾ. ആ സത്യചന്ദ്രൻ വെറൊരു കൂലിക്കാരനാണ്. ഒറിജിനൽ താപ്പാൻ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞു നിർത്തണ്ട. അപ്പോഴേക്ക് അവിടെ ഒറിജിനൽ താപ്പാൻ ആ ഗോഡൌണിൽ എത്തിയിരിക്കണേ. വേറെ ആരുമില്ല, MLA വാസവൻ തന്നെ. അയാൾ വിവരം അറിഞ്ഞ് ഓടിപ്പാഞ്ഞ് എത്തിയിരിക്കണേ. ആ സത്യചന്ദ്രൻ അവിടെ ഉണ്ട് സാർ, നോക്ക്. അങ്ങനെ വാസവനകത്ത് നിന്ന് ആ കത്തി കരിഞ്ഞൊക്കെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുക. സാർ ഇത് ചെയ്തത്? വാസവൻ പറയും, മനസ്സിലായി. ആരാണെന്നും ആര് പറഞ്ഞിട്ടാണെന്നും മനസ്സിലായി. എന്റെ വ്യാജമരുന്ന് ബിസിനസ് തകർക്കാന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അങ്ങനെയായിരുന്നെങ്കിൽ ഏതെങ്കിലും മാധ്യമത്തിന് ചോർത്തിക്കൊടുത്ത് നമ്മളെ പെടുത്താൻ അവർ നോക്കൂ. ഇതൊരു ഭീഷണിയാണേ. കൂടുതൽ കളിച്ചാൽ അവർ ഏതറ്റം വരെയും പോകുന്നുള്ള ഭീഷണി. അതുകൊണ്ട് ആ ഭീഷണിക്ക് അതേ അളവിലാണ് മറുപടി കൊടുക്കേണ്ടത്. മരുന്ന് പെട്ടികൾ കത്തുന്നത് പോലെയല്ലല്ലോ മനുഷ്യർ കത്തുമ്പോ, അല്ലേ സത്യ? എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വർക്ക്ഷോപ്പിലേക്ക് രാധ വരികയാണ്. ഓട്ടോ വരുന്നത് കാണുമ്പോ തന്നെ അനിയൻകുട്ടൻ പറയും, ദാ വരുന്നു, കുറെ ദിവസമായി കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രാധ വന്ന് മുന്നിൽ നിൽക്കുകയാണേ. വിക്രമും എല്ലാവരും രാധയെ നോക്കും. എന്താ ഇറങ്ങിപ്പോവാൻ പറയുന്നില്ലേ? വിക്രം മൈൻഡ് ചെയ്യാതെ പണിയെടുക്കാൻ തുടങ്ങും. അപ്പൊ ജോസഫ് പറയും, എത്ര കാലാ ഒരാളോട് വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക എന്ന് കരുതിയിട്ടായിരിക്കും അല്ല വിക്രം? ആ, ഞാനും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് കരുതിയത് തന്നെയാ ജോസഫ് ഏട്ടാ, പക്ഷെ വരേണ്ടി വന്നു. വിക്രം ചോദിക്കും, എന്ത് കാര്യത്തിന്? രാജേട്ടൻ പറയും, വിക്രം ഇവള് വന്ന എന്തിനാന്ന് ഇവള് തന്നെ പറയും.
നീ ബഹളം വെക്കാതെ. അയ്യോ, നിങ്ങളോടുള്ള ഇഷ്ടം പറഞ്ഞ് നെഞ്ചത്തിട്ട് അടിച്ച് നിലവിളിക്കാൻ വന്നതല്ല വിക്രമേട്ടാ. നിങ്ങൾക്കിട്ടൊരു പാര വരുന്നത് കണ്ടപ്പോ അത് നേരിട്ട് വന്ന് സൂചിപ്പിക്കാന്ന് കരുതിയെന്ന് മാത്രം. അത് കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കും. രാജേട്ടൻ ചോദിക്കും, നീ കാര്യം തെളിച്ചു പറ രാധേ. രാധ പറയും, അയ്യോ രാജേട്ടാ, കേൾക്കേണ്ടവർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഞാൻ വന്ന പോലെ അങ്ങ് പോയിക്കോളാം. വിക്രം പറയും, എന്നാ പൊക്കോളാം. ഒരു നല്ല കാര്യം പറയാൻ വന്നപ്പോ അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ, എനിക്കൊരു നഷ്ടമില്ല. അപ്പൊ ജോസഫ് പറയും, നീ വന്ന കാര്യം പറ രാധേ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് രാധ പോകാൻ തുടങ്ങുമ്പോൾ രാജേട്ടൻ വിളിക്കും. വിക്രം പറയും, നിങ്ങൾക്കും തുടങ്ങിയ രാജേട്ട ഭ്രാന്ത്. രാധ പറയും, ഭ്രാന്ത് ആർക്കാണെന്ന് വിക്രമേട്ടൻ ചെന്ന് അവളോട് ചോദിക്കേ. എന്ത് ഭ്രാന്ത് കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെന്ന് പെരുമാറുന്നതെന്ന് ചോദിക്കേ. അത് കേൾക്കുമ്പോൾ രാജേട്ടൻ ചോദിക്കും, നീ എന്തൊക്കെയാ പറയുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. രാധ പറയും, മനസ്സിലാക്കേണ്ട ആള് പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണല്ലോ. വിക്രം പറയും, നീ കാര്യം പറയാൻ വന്നതാണെങ്കിൽ പറഞ്ഞിട്ട് പോ. അപ്പോഴും രാധ പറയും, എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം. പക്ഷേ വിക്രമേട്ടനായതുകൊണ്ട് മനസ്സ് സമ്മതിക്കുന്നില്ല, അതാണ്. വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോൾ രാധ പറയും, ഓ ദേഷ്യം കാണിക്കണ്ട, ഞാൻ പറയാം. ഞാനിന്ന് പള്ളിമുക്ക് ജംഗ്ഷനിൽ വെച്ച് വേദയെ കണ്ടിരുന്നു. ഓട്ടോയ്ക്ക് കൈ കാണിച്ചപ്പോൾ നിർത്തിയതാ. ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് കയറാനൊരു ബുദ്ധിമുട്ട്, പക്ഷേ വിടില്ലെന്ന് എനിക്ക് വാശിയായി. എന്നാ അവള് മറ്റൊരു ഓട്ടോയിൽ കയറിപ്പോയി. വിക്രം ചോദിക്കും, ഇതാണ് അപ്പൊ എത്ര വലിയ കാര്യം, ഏത് ഓട്ടോയിൽ പോകണം, ആരുടെ ഓട്ടോയിൽ പോകണം എന്നുള്ളത് അവളുടെ ഇഷ്ടമല്ലേ. രാധ പറയും, എങ്ങോട്ട് വേണമെങ്കിലും അവള് പോയിക്കോട്ടെ, പക്ഷെ പോയത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് കാര്യം. ഇതൊരു ഉടായ്പ് മണക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. അവൾ എങ്ങോട്ടാ പോയതെന്നറിയോ, ശ്രീനി സാറിന്റെ വീട്ടിലേക്ക്. ഇത് കേൾക്കുമ്പോ വിക്രം ഞെട്ടും. വിക്രം മാത്രല്ല അവിടെയുള്ള എല്ലാവരും. വിക്രം പറയും, അവൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലേ സാർ എന്നെ വിളിച്ചേനെ. നീ കഥ ഉണ്ടാക്കാതെ പോവാൻ നോക്ക് പെണ്ണേ. രാധ പറയും, നല്ല കാര്യത്തിനാ ചെന്നതെങ്കിലല്ലേ സാറെ വിക്രമിനെ വിളിച്ചു പറയൂ. സാറിനെ നാണം കെടുത്താൻ ചെന്നാ അത് വന്ന് പറയോ. എന്തോ കുഴപ്പപ്പിക്കാനാണ് പോകുന്നതെന്ന് മനസ്സിലായി, ഞാനും പിന്നാലെ പോയി. അതുകൊണ്ട് മനസ്സിലായി, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വിക്രം ചേട്ടൻ ഇതറിയാതെ പോയനെ. അപ്പൊ വിക്രം ചോദിക്കും, എന്താ അവൾ അവിടെ ചെന്ന് പറഞ്ഞത്, പറ. അങ്ങനെ വേദ അവിടെ നിന്ന് സംസാരിച്ചതും അത് കേട്ടതും എല്ലാം രാധ വിക്രമിനോട് പറയാണ്. വിക്രമിനെ കേൾക്കും തോറും ദേഷ്യം വരികയാണേ. രാധ പറയും, സാറിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് അവള് പോയത്. സാറിനെയും വിക്രമേട്ടനെയും അവൾ തല്ലിപ്പിരിക്കുന്നേ. വിക്രമനോട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ശ്രീനി സാറോട് അങ്ങനെ പറയോ? ഞാൻ എന്തായാലും അങ്ങനെ പറയില്ല. അല്ല, അവിടേക്ക് ചെന്ന് സംസാരിക്കാൻ തന്നെ അവൾക്ക് എന്ത് അർഹതയാ ഉള്ളത്? ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു. പക്ഷെ ഒന്നുണ്ട്, ഇപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിലേ വിക്രമേട്ടനെ അവളെ അവളുടെ പാവാടയുടെ ചരടിൽ കിട്ടും. ഈ ഉത്സവം നടക്കുമ്പോ ഈ കുരങ്ങ് കളിക്കാരൊക്കെ വരും. അതുപോലെ അവളുടെ കയ്യിലെ കുരങ്ങാതിരുന്ന വിക്രമേട്ടന് കൊള്ളാം. ഇത് കേൾക്കുന്ന വിക്രമിന് അങ്ങ് ദേഷ്യം വരും. കേട്ട പാതി കേൾക്കാത്ത പാതി വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ തന്നെ ജോസഫ് പിടിച്ചു വെക്കും. വിക്രം, നീ എങ്ങോട്ടേക്ക്? വീടടാ, ഞാൻ വീട് വരെ പോയിട്ട് വരാം. നീ എന്തിനാ ശ്രീനി സാറോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ? അവൾ ആളായോന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് തട്ടി മാറ്റി പോവാണേ. രാധ കൈയും കെട്ടി നോക്കി നിൽക്കും. രാജേട്ടൻ പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചോന്നേ ആദ്യം ശ്രീനി സാറെ വിളിച്ച് ചോദിച്ചാ പോരെ, എന്നിട്ട് പോയാ പോരെ. അപ്പൊ രാധയ്ക്കും, അതെന്താ രാജേട്ടാ, ഞാൻ നുണ പറയുന്നാണോ? അപ്പോഴേക്കും വിക്രം ബുള്ളറ്റിൽ കയറി പോവാണ്. ജോസഫ് വയ്ക്കും, നീ എന്ത് പണിയാ രാധ കാണിച്ചത്? ശ്രീനി സാറോട് അങ്ങനെയൊക്കെ മോശമായി പെരുമാറിയെന്നറിഞ്ഞാ അവൻ വേദയെ വെറുതെ വിടുവോ? നിനക്ക് അറിഞ്ഞൂടെ അത്? രാധ പറയും, അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ, അതല്ലേ കൃത്യമായി ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പൊ ശരി, വരട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ച സന്തോഷത്തിലാ രാധ അവിടുന്ന് പോകുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാജേട്ടൻ നേരെ ശ്രീനി സാർ അടുത്ത് രാധ വന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയും. രാജേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേദ ഇവിടെ വന്ന് സംസാരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, അവള് പറയാനുള്ളത് പറഞ്ഞു, ഞാൻ കേട്ടു. അതെങ്ങനെ രാധയ്ക്ക് മനസ്സിലായി? രാജേട്ടൻ പറയും, അതൊന്നും എനിക്കറിയില്ല. വിക്രം ഇങ്ങനെയാവാൻ കാരണം സാറാണെന്നും നിങ്ങൾ തമ്മിൽ പിരിയണമെന്ന് വേദ വാശി പിടിച്ചെന്നും ഇല്ലെങ്കിൽ സാറിനെതിരെ വേദ കേസുമായി പോകുന്നൊക്കെ രാധ അവിടെ വന്ന് വിക്രമിനോട് പറഞ്ഞു. സുധ പറയും, അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. രാജേട്ടൻ പറയും, വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ. കേട്ട പാടെ അവൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേറെ ആരുടെ കാര്യമാണെങ്കിലും വിക്രമിനെ പറഞ്ഞു നിർത്താം. പക്ഷെ സാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സാറിനെതിരെ വേദ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നു തോന്നിയാ അവൻ ആദ്യം വേദയെ ഒഴിവാക്കും, അത് ഉറപ്പാണ്. ശ്രീനി സാർ പറയും, അവനോട് ഞാൻ വിളിച്ച് സംസാരിക്കാം. വേദ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവനോട് ഞാൻ പറയാം. രാജേട്ടൻ പറയും, അത് മതി. അതിന്റെ പേരിലെ വീട്ടില് വഴക്കുണ്ടാവുന്നതിന് മുമ്പാണെങ്കിൽ അത് നല്ലത്. വിക്രവും വേദയും തമ്മിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അടുത്ത് വരികയാണ്. ആ സമയത്ത് ഇനി സാറിന്റെ പേര് പറഞ്ഞ് അവരെ അകറ്റാൻ നോക്കണോ സാർ? സാർ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചാ അപ്പോ സാറിനൊരു വിഷമം തോന്നാണ്. ശരി, ഇനി എന്റെ പേര് പറഞ്ഞ് അവരെ അകറ്റണ്ട. സുധേ, ആ ഫോണിങ്ങെടുത്തേ. അപ്പൊ തന്നെ സുധ ഫോൺ എടുത്ത് കൊടുക്കും. അങ്ങനെ വിളിക്കുമ്പോ ആ കോള് കണക്റ്റ് ആവുന്നില്ല. ഔട്ട് ഓഫ് കവറേജ് ശരിയാ പറയുന്നേ. സുധേ, ഒരു കാര്യം ചെയ്യാം, നീ വേഗം റെഡിയാവേ. ഒന്നും സംഭവിക്കാത്ത പോലെ നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോവാം. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പറഞ്ഞു തീർക്കാൻ നോക്കാം. എന്താ? സുധ പറയും, ആയിക്കോട്ടെ. എങ്കിലേ രാജൻ ചെല്ല്. ഇതിന്റെ പേരില് വേദവും വിക്രവും തമ്മില് ഒരു തർക്കവും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ശരി സാറേ എന്ന് പറഞ്ഞ് രാജേട്ടൻ അവിടെ നിന്ന് ഇറങ്ങാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലാണ്. വേദ അവിടെ എത്തിയിട്ടുണ്ട്. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴുകണേ. ഇതിങ്ങനെ കമല വന്ന് നോക്കും. എന്നിട്ട് ഒരു സങ്കടമുണ്ട്, അത് മാറ്റി നിർത്തിയിട്ട്, നന്ദിനി, എന്താ അമ്മേ
ഈ വീട്ടില് പച്ചക്കറി അരിയാനും കഴുകാനും നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല വേറെ ആരും ആ ജോലി ഏറ്റെടുക്കേണ്ടതില്ല. പറഞ്ഞത് മനസ്സിലായോ? നന്ദിനി പറയും, അയ്യോ അമ്മേ, അത് ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ല, അവൾ സ്വയം ചെയ്യുന്നതാണ്. കമല പറയും, എന്നാ ഇനി മുതൽ അത് വേണ്ട. ശ്രീജ ഞെട്ടും. നന്ദിനി പറയും, ആഹാ, അമ്മ ഒരു വാക്ക് പറയേണ്ട താമസേ ഉള്ളൂ, അവളെ ഈ അടുക്കളന്ന് ഞാൻ പറപ്പിച്ചോളാം. ശ്രീജ പറയും, ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി. കമല പറയും, നീ അവളെ തിരുത്താൻ നിൽക്കേണ്ട ശ്രീജ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശ്രീജ വിളിക്കും, അമ്മേ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാം, എന്താ അമ്മയ്ക്ക് പറ്റിയത്? അമ്മയുടെ അനുവാദം കൂടെ കിട്ടിയ നന്ദിനി പിന്നെ എങ്ങനെയായിരിക്കും പെരുമാറുകയെന്ന് അറിഞ്ഞൂടെ അമ്മയ്ക്ക്? ആ കുട്ടിക്ക് പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ സൗകര്യം കൊടുക്കില്ല അവള്. കമലയ്ക്കും അവൾ എല്ലാ കാലത്തും ഇവിടെ തന്നെ നിൽക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ അമ്മേ. അപ്പൊ കമല പറയും, പറഞ്ഞ കാര്യം അനുസരിക്കുക, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കണ്ട, കേട്ടല്ലോ എന്ന് പറഞ്ഞ് കമല അവിടുന്ന് പോവാണ്. നന്ദിനി പടക്കായിട്ട് ഒരുങ്ങി നിൽക്കുക. കമല അത് പറഞ്ഞ് അകത്തേക്ക് നല്ല ദേഷ്യത്തിൽ പോയിട്ട് സങ്കടത്തിൽ നിൽക്കാണ്, ഡോറടച്ച്. അങ്ങനെ നന്ദിനി പറയും, വക്കാലത്തായിട്ട് പോയിട്ട് നടന്നില്ല അല്ലേ ശ്രീചേട്ടത്തി? അമ്മയ്ക്കിപ്പോ മനസ്സിലായി, ഇനി ശ്രീചേട്ടത്തിക്ക് കൂടെ മനസ്സിലാവാനേ ഉള്ളൂ എന്ന് പറയുമ്പോ ഉണ്ടാവും വേദ പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയാക്കി കുക്ക് ചെയ്യാനായിട്ട് വരുന്നേ. നന്ദിനി പറയും, നിക്ക് ഇനി നീ അടുക്കളയിൽ കയറണ്ട. മനസ്സിലായില്ല? നന്ദിനി പറയും, ഇനി ഈ വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്യാൻ നിനക്ക് അവകാശമില്ലെന്ന് അമ്മ തീരുമാനിച്ചു. വേദ അങ്ങ് ഞെട്ടിപ്പോവും. എന്നിട്ട് അമ്മ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. നന്ദിനി പറയും, നിന്നോട് പറഞ്ഞില്ല, പകരം എന്നോട് പറഞ്ഞു. എന്താ പോരെ? വേദ പറയും, എന്ന് വെച്ചാ ഞാൻ ഇനി ഈ വീട്ടിൽ പാചകം ചെയ്യാൻ പാടില്ല, അങ്ങനെയാണോ? ആ അതെ, എന്താ സംശയം? അപ്പൊ വേദ പറയും, എനിക്കറിയാവുന്ന അമ്മ അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അമ്മയെ പറയാൻ പ്രേരിപ്പിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ കമല കേട്ട് അവിടെ സങ്കടത്തിൽ നിൽക്കുക. അപ്പൊ നന്ദിനി പറയും, ഉണ്ടല്ലോ, നിന്റെ ചെയ്തികൾ തന്നെ. വേണമെങ്കിൽ ശ്രീചേർത്തിയോട് ചോദിച്ചോ. അപ്പൊ വേദ ശ്രീജയെ നോക്കുമ്പോ ശ്രീചേർത്തി പറയും, അമ്മ പറഞ്ഞെന്നുള്ളത് നേരാ. വേദ ഞെട്ടും, ആണോ? ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. നന്ദിനിക്കും ഒരു വീട്ടില് രണ്ടടുക്കളയോ? അതൊന്നും ഇവിടെ നടക്കത്തില്ല. വേദ പറയും, അതിനെന്താ, ഇവിടെ വന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. നന്ദിനി അടുത്തേക്ക് ഓർമ്മയില്ലേ, എന്റെ പുലാവ് കട്ടെടുത്ത് കഴിച്ച് നന്ദിനി അടുത്ത് ഇവിടെ കിടന്ന് ഓടിയത്? ഇപ്പൊ ഞാൻ അന്നത്തെ പോലെയല്ല, കുക്കിങ്ങിലൊക്കെ എക്സ്പേർട്ടായി. ഇനി അഥവാ നന്ദിനി അടുത്ത് കട്ടെടുത്ത് കഴിച്ചാലും ടേസ്റ്റിന് കുറവൊന്നും കാണില്ല. ശ്രീജ പറയും, മോളെ നീ വിചാരിക്കുന്ന പോലെ. വേദ പറയും, ഒരു കുഴപ്പമില്ല ശ്രീജ അടുത്ത്, എന്തായാലും അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും, അമ്മയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാരണം. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ എന്നോട് അങ്ങനെ പറയില്ല. അതുകൊണ്ട് അമ്മ കാരണം പറയട്ടെ, അതുവരെ ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്തോളാം എന്ന് പറഞ്ഞ് കിച്ചണിൽ കയറാൻ പോകുമ്പോഴേക്കും നന്ദിനി തടയും, അത് ഈ വീട്ടിൽ നടക്കില്ല. വേദ പറയും, അത് നന്ദിനി അടുത്ത് അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇതൊക്കെ കേട്ട് ഇതേ സമയം അകത്തുനിന്ന് കമല കരയാണ്. നന്ദിനി പറയും, എന്താ സംശയം, ഇപ്പൊ ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും എന്താടി എന്ന് വെച്ച് വിനയൻ അങ്ങോട്ട് വരിക. നന്ദിനി പറയും, ഇവൾക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് വിനയേട്ടാ. അപ്പൊ ഇവളെ തനിയെ പാചകം ചെയ്ത് കഴിക്കത്രേ. ആഹാ എന്നിങ്ങനെ വിനയം പറയാ. അപ്പോഴേക്കും ഇത് കേട്ട് മാഷ് അങ്ങോട്ട് വരും. അങ്ങനെ കമല പറഞ്ഞോ? ഇത് കേൾക്കുന്ന എല്ലാരും ഞെട്ടും, കമലയും. അപ്പൊ ശ്രീജ പറയും, അങ്ങനെയല്ല അച്ഛ, വേദനി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് അമ്മ പറഞ്ഞത്. മാഷയ്ക്കും അതിനർത്ഥം ഭക്ഷണം കൊടുക്കണ്ടെന്നാണോ? ആണോ നന്ദിനി? നന്ദിനി ഒന്നും മിണ്ടുന്നില്ല. മാഷ് പറയും, ഈ വീട്ടില് അങ്ങനെ ഒരു തീരുമാനം ആരും എടുത്തിട്ടില്ല, ഇനി എടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നന്ദിനിയും ശ്രീജയും കൂടെ ഭക്ഷണം ഉണ്ടാക്കുക, അതിലെ ഒരു ഭാഗം വേദയ്ക്ക് വിളമ്പി കൊടുക്കുക, ബാക്കി ഞാൻ കമലയോട് സംസാരിച്ചോളാം, മനസ്സിലായോ? എന്ന് പറഞ്ഞ് ശ്രീജ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം ഓടി വന്ന്, വാടി ഇവിടെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു വലിക്കണേ. ഇത് കണ്ട് എല്ലാരും ഞെട്ടും, എന്താ വിക്രം, വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് കൈ പിടിച്ചു വലിക്കുമ്പോ വേദ പറയും, വിടാനല്ലേ പറഞ്ഞത്, കൈ വിട്. പെട്ടെന്ന് ഈ സംഭവം കേട്ട് കമലയും ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ വിക്രം പിടിച്ചു വലിക്കുന്നാണുമ്പോ മാഷ്, ആ കുട്ടിയുടെ കൈ വിടടാ. അപ്പൊ വിക്രം പറയും, ഇവളിനി ഈ വീട്ടിൽ നിൽക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് കൈ പിടിച്ചു വലിക്കുന്നാണുമ്പോ അവിടെ മാഷ് ഒന്നുകൂടെ ഷോക്കായി പോവാണ്. എന്തിനാണ് വിക്രം ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഈ സംഭവം അറിഞ്ഞിട്ടാണോ എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ശേഷം പുറത്ത് വലിച്ചു കൊണ്ടുപോയിട്ടാണ് കാര്യം എന്താണെന്നൊക്കെ വേദയോട് പറയുന്നത്. വേദ പറയും, ഭാര്യ എന്ന നിലയിൽ നിങ്ങളെ രക്ഷിക്കേണ്ട കടമ എന്റെയാണ്, അതിനെ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പൊ വിക്രമിന് ദേഷ്യം വരും, ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നീ നോക്കുന്നുണ്ട്, ഞങ്ങളെ പിരിക്കുമല്ലേ, ഇതിന് വേണ്ടിയിട്ട് നീ ശ്രീനിസാർക്കെതിരെ കേസ് കൊടുക്കും, അതിനു വേണ്ടിയിട്ട് നിന്നെ താങ്ങി നടക്കാൻ എനിക്കാവില്ല, എനിക്ക് മതിയായി, നീ എവിടേക്കെങ്കിലും പോ എന്നൊക്കെ പറഞ്ഞ് ആ കഴുത്തിലെ താലിമാല വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങുന്ന ഭാഗത്താണ് ആ പ്രമോയും അവസാനിക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് അങ്ങോട്ട് ശ്രീനിസാർ വന്ന് അത് തടയായിരിക്കും. എന്തായാലും അവർ വരുന്നുണ്ടല്ലോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ കാണാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്